എല്ലാവർക്കും MEL&MEL കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ നാരങ്ങ അച്ചാർ റെസിപ്പിയുമായിട്ടാണ്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു തുള്ളി പോലും ഓയിലോ വിനെഗറോ മുളക് പൊടിയോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ അച്ചാർ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പോലും എത്ര നാൾ വേണമെങ്കിലും കേടാകാതിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നതിന് അധികം ബുദ്ധിമുട്ടില്ല എങ്കിലും ഒരു 5-6 ദിവസം കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ദിവസം ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 1 കിലോ നാരങ്ങയുടെ അച്ചാറാണ്. ഞാൻ 1 കിലോ നാരങ്ങ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പം കഴുകി എടുത്തതേ ഉള്ളൂ. ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമുണ്ടെന്ന് ഓർത്ത് നമുക്ക് അച്ചാർ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ നാരങ്ങ ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കണം. ഈ നാരങ്ങ വലിപ്പം കുറഞ്ഞതായതുകൊണ്ട് ഞാനിവിടെ 6 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി വലിപ്പമുള്ള നാരങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8-10 ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ നാരങ്ങയും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ അച്ചാർ തയ്യാറാക്കി എടുക്കേണ്ടത് മൺപാത്രത്തിലാണ്. ഞാനിവിടെ ഒരു ചെറിയ മൺകലമാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എല്ലാ നാരങ്ങകളും ഇതുപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ ആ ഒരു ലെവലിൽ വെള്ളം ഒഴിക്കണം. അതാണ് അതിൻ്റെ കണക്ക്. കാണുന്നുണ്ടോ? സാധാരണയായി നമ്മൾ അച്ചാറിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കത്തില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഈ അച്ചാറിന് നാരങ്ങയുടെ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആ വെള്ളത്തിലാണ് തിളപ്പിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഈ അച്ചാർ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ സാധാരണ നമ്മുടെ അച്ചാറൊക്കെ റെഡ് കളറിലാണ് ഇരിക്കുന്നത്. ഈ അച്ചാർ വ്യത്യസ്തമായിട്ട് ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റുമുണ്ട്. ഇപ്പോൾ നമ്മുടെ അച്ചാർ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ ഇപ്പോൾ 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. കണ്ടോ, ഇത് തിളയ്ക്കുന്ന ഒപ്പം തന്നെ നാരങ്ങയും കൂടെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ നാരങ്ങ പഴയതുപോലെ തന്നെ ആയിക്കോളും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 1ാമത്തെ ദിവസത്തെ ജോലി തീർന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം മാത്രം മൂടി വയ്ക്കുക. ഇനിയുള്ള പരിപാടി നാളെയാണ്. അപ്പോൾ നാളെ നമുക്ക് ഈ സമയത്ത് ചെയ്യാം. ഇപ്പോൾ 2ാമത്തെ ദിവസം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇത് ഇന്നലത്തേക്കാളും അല്പം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് നമ്മുടെ നാരങ്ങ അച്ചാർ. ഇനി നമുക്ക് ഇതെടുത്തൊന്ന് തിളപ്പിക്കണം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചൂട് തട്ടിയപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിച്ചിട്ട് കുറവ് പോലെ തോന്നി. ഇനി നമുക്ക് ഏകദേശം 2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം അല്പനേരം കൂടി കഴിഞ്ഞിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ. കാരണം നമ്മൾ 4-5 ദിവസം കൊണ്ട് ഇത് തിളപ്പിച്ച് അതിലെ വെള്ളം വറ്റിച്ചിട്ടാണ് അച്ചാർ പരുവത്തിലാക്കി എടുക്കുന്നത്. പിന്നെ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വിറകടുപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കനലിൽ വെച്ച് തിളപ്പിച്ചെടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ തണുത്തതിന് ശേഷം മാത്രം മൂടി വയ്ക്കുക. നമ്മുടെ 3ാമത്തെ ദിവസമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം.
കണ്ടോ, ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ വെള്ളമൊക്കെ കഴിഞ്ഞ ദിവസത്തേക്കാളും വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മറയൂർ ശർക്കരയാണ്. ഇത് നല്ല കളറുള്ള ശർക്കരയാണ്. നമ്മൾ ശർക്കര ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കളറുള്ള ശർക്കര നോക്കി വാങ്ങിക്കണം, എന്നാലേ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറ് കിട്ടത്തുള്ളൂ. ഈ ശർക്കരയുടെ കളറും പിന്നെ കുരുമുളകിൻ്റെ കളറും ഒക്കെയാണ് ഈ അച്ചാറിന് നല്ലൊരു കളറ് കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കി വാങ്ങിക്കുക. ഇപ്പോൾ നമ്മുടെ അച്ചാർ ലൂസായിട്ടുണ്ട്, കണ്ടോ, കാണുന്നില്ലേ? ഇത് ഇനി അവസാനം ആകുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാർ പരുവത്തിലായിക്കൊള്ളും. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മാത്രം മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ 4ാമത്തെ ദിവസം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഈ അച്ചാറിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് ഇത് പഴയതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ തിളപ്പിക്കണം. കാരണം നമ്മൾ ശർക്കര ഇട്ടിട്ടുണ്ട്. ശർക്കര ഇടുമ്പോൾ അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനെടുത്ത നാരങ്ങയ്ക്ക് നല്ല കയ്പ്പായിരുന്നു. ചെറിയൊരു കയ്പ്പ് കുഴപ്പമില്ല, അത് അവസാനം ആകുമ്പോൾ റെഡി ആയിക്കോളും. പക്ഷേ ഇത് നല്ല കയ്പ്പായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ശർക്കര ചേർത്ത് കൊടുത്തത്. നമ്മൾ കയ്പ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ബാക്കി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ തണുത്തതിന് ശേഷം മാത്രം മൂടി വയ്ക്കുക. ഇതാ നമ്മുടെ 5ാമത്തെ ദിവസം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അച്ചാർ ഇരിക്കുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തതുപോലെ തന്നെ തിളപ്പിക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ തിളപ്പിക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതാ ഇപ്പോൾ 5ാം ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ അച്ചാറിൻ്റെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടൈറ്റ് ആകും. ഇനി വെള്ളം വറ്റിയില്ല എന്നുണ്ടെങ്കിൽ 1 ദിവസം കൂടെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ ഇത് അച്ചാറിൻ്റെ വെള്ളമൊക്കെ വറ്റി ഏകദേശം റെഡി ആയതുകൊണ്ട് ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നാളെ ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ 6ാമത്തെ ദിവസം, അതായത് അച്ചാറിൻ്റെ ലാസ്റ്റ് ദിവസം എത്തിയിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെയായി എന്നൊന്ന് തുറന്ന് നോക്കാം. വാവ്, നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, സൂപ്പർ കളറാണ്. കണ്ട കുത്തി വരുന്ന കളറാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത അച്ചാറാണിത്. കണ്ടോ, ഞാൻ ഇതൊന്ന് ഇളക്കി കാണിക്കാം. കാണുന്നുണ്ടോ? ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാ കണ്ടോ, നമ്മുടെ അച്ചാർ ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. സാധാ അച്ചാറിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാറാണിത്. കൂടാതെ എത്ര വർഷം വേണമെങ്കിലും കേടാകാതെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് കുറച്ചുണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. അത് ഓൾ എന്നുകൂടി ആക്കിയിടുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.